ജിഹാദികളാൽ തകർക്കപ്പെട്ട അലപ്പോയിലെ വിശുദ്ധ ഏലീശോയുടെ കത്തീഡ്രൽ ദേവാലയം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. സിറിയയിലെ യുദ്ധത്തിന്റെ മറവിൽ ജിഹാദികൾ അഗ്നിക്കിരയാക്കിയ വിശുദ്ധ ഏലീശോയുടെ നാമധേയത്തിലുള്ള അലപ്പോയിലെ മാരോനൈറ്റ് കത്തീഡ്രൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കത്തീഡ്രൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയാണ് വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തത്. സമാധാനകരമായ പഴയ ദിനങ്ങളിലേക്ക് കടന്നുവരാമെന്ന പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ ദേവാലയ പ്രവേശനത്തിന് ഒരുങ്ങിയത്. അന്താരാഷ്ട്ര പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ പിന്തുണയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തായി മാറിയത്. അസമാധാനകരമായ അന്തരീക്ഷം ക്രൈസ്തവരുടെ എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും ക്രൈസ്തവർ ഇപ്പോഴും രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടതിന്റെ തെളിവാണ് കത്തീഡ്രലിന്റെ പുനരുദ്ധാരണമെന്ന് മാരോനൈറ്റ് ആർച്ച് ബിഷപ്പ് ജോസഫ് ടോബ്ജി വ്യക്തമാക്കി. ആഭ്യന്തര യുദ്ധത്തിനു മുൻപ് സിറിയൻ ക്രൈസ്തവരുടെ എണ്ണം 15 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് അത് 5 ലക്ഷത്തിൽ താഴെയാണ്. പുതിയ കത്തീഡ്രലിന്റെ സമർപ്പണ വേദിയിൽ ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നമ്മുടെ ദുഃഖങ്ങളിലും വേദനകളിലും പങ്കുകൊണ്ട് ദൈവപുത്രൻ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്ന പ്രത്യാശയുടെ സന്ദേശം പകരാൻ കത്തീഡ്രൽ പുനരുദ്ധാരണം സഹായകമാകും. പ്രദേശത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും തങ്ങളുടെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് തുടരും, ആർച്ച് ബിഷപ്പ് പറഞ്ഞു. 15-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഏലീശോ കത്തീഡ്രലിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അക്കാലത്ത് നിർമ്മിച്ച ചെറിയ ദേവാലയം 1873-ൽ പുനർനിർമ്മിക്കുകയായിരുന്നു. 2012-16 കാലയളവിലെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തോടെയാണ് ദേവാലയം നശിക്കുന്നത്. ഏതാണ്ട് 3 പ്രാവശ്യം മിസൈൽ ആക്രമണത്തിൽ കത്തീഡ്രലിന് കേടുപാടുകൾ സംഭവിച്ചു. ക്രിസ്തീയമായ അടയാളങ്ങൾ തകർക്കണമെന്ന ലക്ഷ്യത്തോടെ 2013-ൽ മേഖലയിലേക്ക് കടന്നുകയറിയ ജിഹാദികളുടെ ആക്രമണമായിരുന്നു ദേവാലയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാക്കിയത്.